നമസ്കാരം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 99.69. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. കഴിഞ്ഞ തവണത്തേക്കാൾ 1% കുറവാണിത്. 71,831 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ലഭിച്ചു. 4,27,153 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 4,25,563 പേർ ഉന്നത വിദ്യാഭ്യാസത്തിനായി യോഗ്യത നേടി. പരീക്ഷയിൽ വിജയിച്ച എല്ലാവരെയും മന്ത്രി അനുമോദിച്ചു. സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. യോഗത്തിൽ MM ഹസൻ വിട്ടുനിന്നു. KPCC പ്രസിഡന്റായി K സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. AK ആന്റണിയെ സന്ദർശിച്ച ശേഷമാണ് സുധാകരൻ ഇന്ദിരാഭവനിലെത്തിയത്. KPCC ആസ്ഥാനത്തെത്തിയ സുധാകരന് പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണം നൽകി. സ്ഥാനാരോഹണ ചടങ്ങിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പങ്കെടുത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് മാർച്ച് 12-നാണ് K സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറിയത്. തുടർന്നാണ് UDF കൺവീനർ MM ഹസനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCC ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചത്. അതേസമയം ചടങ്ങിൽ നിന്നും ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ വിട്ടുനിന്നതിൽ സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. തന്റെ സാന്നിധ്യം വേണ്ടെന്ന് പുള്ളിക്ക് തോന്നിയിരിക്കും. എങ്കിലും ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്ന് താൻ കരുതുന്നുവെന്നും K സുധാകരൻ അഭിപ്രായപ്പെട്ടു. കാട്ടാന ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ് അന്തരിച്ചു. പാലക്കാട് കാട്ടാന ആക്രമണത്തെ തുടർന്ന് മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ് അന്തരിച്ചു. പാലക്കാട് കൊട്ടേക്കാട് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. 34 വയസ്സായിരുന്നു. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ്. ഭാര്യ ടിഷ ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നു. 1 വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ്. ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അതിജീവനം എന്ന പേരിൽ 100-ലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശൂരും പാലക്കാടുമില്ല. പകരം 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്നും നാളെയും ഈ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. കുരുമുളക് സ്പ്രേ മാരകം, സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. കുരുമുളക് സ്പ്രേ മാരകമായ ആയുധമാണെന്നും സ്വയരക്ഷയ്ക്കായി ഉപയോഗിക്കാനാവില്ലെന്നും വ്യക്തമാക്കി കർണാടക ഹൈക്കോടതി. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ രാസ ആയുധങ്ങളുടെ ഗണത്തിലാണ് കുരുമുളക് സ്പ്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആയുധമായി കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാനാകില്ല. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ സ്പ്രേ ഉപയോഗത്തിന് ഇരയായവർക്ക് മാരക പരിക്ക് സംഭവിച്ചിട്ടുള്ളതിനാൽ കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നും കോടതി വ്യക്തമാക്കി. C. കൃഷ്ണയ്യ ചെട്ടി ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറിനും ഭാര്യയ്ക്കുമെതിരായ കേസിലാണ് കോടതിയുടെ തീരുമാനം. തോൽക്കുമെന്ന ഭീതിയിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥിനിക്ക് SSLC പരീക്ഷയിൽ മികച്ച വിജയം. SSLC പരീക്ഷയിൽ തോൽക്കുമെന്ന ഭീതിയിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥിനിക്ക് പരീക്ഷയിൽ മികച്ച വിജയം. മലപ്പുറം ഒതളൂർ സ്വദേശി നിവേദിക്കാണ് SSLC പരീക്ഷയ്ക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിവേദിതയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താലാണ് ജീവനൊടുക്കിയതെന്ന് എഴുതിവെച്ച ശേഷമാണ് നിവേദിത ജീവനൊടുക്കിയത്. സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. യോധയടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സംഗീത് ശിവൻ. ഗാന്ധർവമടക്കം എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ബോളിവുഡിലും ഇദ്ദേഹം ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനും സംവിധായകനായ സഞ്ജയ് ശിവനും ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ്. പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ഛായാഗ്രാഹകനുമായ ശിവന്റെ മകനായി 1959-ലാണ് സംഗീത് ശിവൻ ജനിച്ചത്. MG കോളേജ്, മാർ ഇവാനിയോസ് കോളേജുകളിലായി പ്രീ ഡിഗ്രിയും BCom ബിരുദവും കരസ്ഥമാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെന്ററികളിലും മറ്റും ഭാഗമായാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസ്, പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ്. പെരിയ കേസിലെ 13-ാം പ്രതിയായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിലാണ് പെരിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ പങ്കെടുത്തത്. ഇന്നലെയായിരുന്നു പരിപാടി. വരൻ ഡോക്ടർ ആനന്ദകൃഷ്ണൻ ക്ഷണിച്ചിട്ടാണ് താൻ കല്യാണത്തിൽ പങ്കെടുത്തതെന്ന് പ്രമോദ് പെരിയ വിശദീകരിച്ചു. വേറെയും കോൺഗ്രസ് നേതാക്കൾ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നെന്നും തന്റെ ഫോട്ടോ മാത്രം പ്രചരിപ്പിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പ്രമോദ് ആരോപിച്ചു.
ലോറി സഡൻ ബ്രേക്ക് ഇട്ടു. പിന്നിൽ വന്ന ലോറിയും പാഞ്ഞെത്തി ഇടിച്ചു. നടുവിലകപ്പെട്ട ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കോഴിക്കോട് ദേശീയപാത മണ്ണാർക്കാട് മേലേക്കൊടക്കാട് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് ലോറിയിലിടിച്ചാണ് യാത്രക്കാരനായ പട്ടാമ്പി വിളയൂർ കളിക്കൊട്ടിൽ അബുവിന്റെ മകൻ മുഹമ്മദ് സക്കീർ മരിച്ചത്. 37 വയസ്സായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെയായിരുന്നു മരണം. വൈകിട്ട് 5:30യോടെയാണ് അപകടം നടന്നത്. പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ ചക്രം ഊരിത്തെറിച്ചതോടെ സഡൻ ബ്രേക്ക് ഇട്ട വാഹനത്തിന് പിറകിൽ സക്കീർ സഞ്ചരിച്ച ബൈക്ക് ഇടിക്കുകയായിരുന്നു. പിറകിൽ വന്ന ലോറിയും സക്കീറിനെ ഇടിച്ചു. 15 മിനിറ്റ് ഗതാഗതം തടസ്സപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബിലിവിയസ് ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാൻ കാലം ചെയ്തു. ബിലിവിയസ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലിത്ത മൊറോൻമോർ അത്തനേഷ്യസ് യോഹന്നാൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അമേരിക്കയിലെ ടെക്സസിൽ വെച്ച് പ്രഭാത സവാരിക്കിടെ ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പെട്ടെന്നുള്ള ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.